ഹായ് ഗെയ്സ്, ഇത് നമ്മുടെ ഒരു മലമ്പുഴ ഗാർഡൻ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്ന് പറയുമ്പം നമ്മളൊരു ചെറിയൊരു ഫാമിലി ട്രിപ്പ് പോയതാണ്. അത് ശരിക്കും പോയത് പളനി ഭാഗത്ത്. അതുവഴി നമ്മളിങ്ങനെ മടങ്ങി വരുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോയ ഒരു മലമ്പുഴ ഗാർഡൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കോ സബ്സ്ക്രൈബോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ മലമ്പുഴ ഗാർഡനിൽ നമ്മൾ ഇപ്പം പോയത് 37 വയസ്സ് ആയ സമയത്ത്. അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ്സിലുള്ള സമയത്ത് ടൂർ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് കണ്ടതിൽ വെച്ചിട്ട് ഒരു ഷോപ്പെങ്ങാനും എക്സ്ട്രാ അധികം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പക്ഷേ എന്നാലും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളച്ചാട്ടങ്ങളും അങ്ങനെയൊക്കെ എനിക്കൊരു കുറവായിട്ട് ഇല്ലാത്ത പോലെയാണ് തോന്നിയത്. പിന്നെ പറയാമെന്ന് വെച്ചാൽ റോപ്പ് വേ അന്നേ ഉണ്ടായിരുന്നു. റോപ്പ് വേ ഇപ്പോൾ ആ റോപ്പ് വേ ഒക്കെ ഉണ്ട്. പക്ഷേ സംഭവം നല്ല സൂപ്പർ തന്നെയാണ്, അടിപൊളിയാണ്. പക്ഷേ അങ്ങനെ പുതുതായി എന്തോ ഉണ്ടോ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അല്ല, അന്ന് കണ്ട അതേപോലെ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടായാലും. പിന്നെ നല്ല പൂക്കളുണ്ട്. ഗാർഡനൊക്കെ സെറ്റ് ചെയ്തെല്ലാം സൂപ്പറാണ്. പിന്നെ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ സ്കൂൾ കുട്ടികൾ, മറ്റുള്ള അതുപോലെ ചെറിയ കുട്ടികൾ LKG UKG പോലെ മോണ്ടിസറി കുട്ടികൾ, ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ വന്നിട്ടുള്ള ഒത്തിരി കുട്ടികളൊക്കെ നമ്മൾ കണ്ടു. നമ്മളെന്ന് പറയുമ്പം ഞാൻ, ഹസ്, മോന്, പിന്നെ അനിയൻ, ഭാര്യ, എൻ്റെ അമ്മ, ഇത്രയൊക്കെ ആൾ മാത്രമാണ് അന്ന് നമ്മൾ കാണാൻ പോയത്. നമ്മൾ വണ്ടിയെടുത്ത് പോയതാണ്. അപ്പോൾ വഴിക്കിങ്ങനെ മലമ്പുഴയും കൂടെ കയറാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ അവിടെ കയറി. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കാണാണ്ട്. അതിൻ്റെ ഇപ്പുറത്തൊരു ഒരു മീനിനെ വളർത്തുന്ന നല്ല ഭയങ്കര ഡിഫറെൻ്റ് ആയൊരു മീനിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതും കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഈ ഒരു ഗാർഡനിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ നല്ല ഷോപ്പൊക്കെ ഉള്ള നമ്മളവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചു. പിന്നെ തിരിച്ച് എല്ലാം കണ്ടിറങ്ങിയ സമയത്ത് നമ്മളവിടെ നിന്ന് നല്ല ചായ കഴിച്ചു. ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് കാണാനുണ്ട്. പലതരത്തിലുള്ള പൂക്കളുണ്ട്. പിന്നെ നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഇതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഡാമാണല്ലോ മലമ്പുഴ, ഇതൊരു ഡാമാണ്. ഡാമിൻ്റെ ഒരു ഭാഗത്ത് പൂന്തോട്ടമുണ്ട്. അപ്പോൾ ആ ഡാമിലേക്ക് കൂടെ നടന്നു പോകുമ്പോൾ നമുക്കിത് കാണാൻ പറ്റുന്നു. പിന്നെ പിന്നെ പറയുന്ന ആ ഒരു മലമ്പുഴ യക്ഷി കാനായി കുഞ്ഞിരാമൻ, അവരുടെ ആ ഒരു പ്രതിമ ഒന്ന് കാണാനുണ്ട്. പിന്നെ ഒരു ഫോട്ടോ ഗാലറികളുണ്ട്. പിന്നെ കാര്യം അത് ഈ ഡാം ഉദ്ഘാടനം ചെയ്ത സമയം പിന്നെ അതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ അന്നത്തുള്ള ഫോട്ടോസും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല ഒരു നല്ലൊരു പിന്നെ എന്താ പറയുക, ഒരു ഫോട്ടോ ഇത് കാണാനുണ്ട്. പിന്നെ ഈ കാണുന്ന ഗസ്റ്റ് ഹൗസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലേശം പൊളിഞ്ഞ മാതിരിയുള്ളത്. പക്ഷേ ഇങ്ങനെ റോപ്പൊക്കെ പോകുന്ന കാണാൻ ഒരു നല്ല രസമുണ്ട്. നമ്മളൊക്കെ റോപ്പ് കയറി. അന്നെല്ലാം കയറുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇന്ന് പിന്നെ പേടിയൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ആ റോപ്പെല്ലാം കണ്ടു. ശരിക്കും പറഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ പോകുന്നൊരു കഴിഞ്ഞൊരു സമയമാണ്. അപ്പോൾ 2 മണി 3 മണി നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ അവിടെ ഇവിടെയൊക്കെ നടന്ന് അപ്പോൾ വൈകുന്നേരമായപ്പോൾ നല്ല കാലാവസ്ഥ. ആ സമയമാകുമ്പോൾ ഒത്തിരി ആളുകളും വന്നു. പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് പിന്നെ കാണാനുള്ളതെന്ന് പറയുമ്പം ഇതുണ്ടല്ലോ, സ്നേക്ക് പാർക്കുണ്ട് ഒരു സൈഡ്. പിന്നെ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞു മത്സ്യത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദൂരദർശിനി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ട് കണ്ടിന്. നമ്മളവിടെ കയറിയിട്ടില്ല. അതുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു അറിവുമില്ല. ഇതിപ്പോൾ നമ്മൾ കാണാൻ കയറുന്നത് മറ്റേ ഫോട്ടോ സെഷൻ ഉണ്ടല്ലോ, ഫോട്ടോൻ്റെ ഗാലറികൾ ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്താണ്. നല്ല സൂപ്പറുണ്ട് കാണാനൊക്കെ. എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസാണ്. പക്ഷേങ്കിൽ നല്ലൊരു എന്താ പറയുക, ആ ഒരു പഴയ അതിൻ്റെ ഒരു ഹിസ്റ്ററി, അതായത് ആ ഒരു ഗാർഡൻ്റെയും അതുപോലെ ഈ പിന്നെ മലമ്പുഴ ഡാമിൻ്റെ ഒക്കെ ഹിസ്റ്ററി ഉണ്ട്. പിന്നെ അതിൻ്റെ മേലെ നോക്കുമ്പോൾ നല്ല എകരത്തുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ആ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്നത് നല്ല മലകളാണ്. അതിൻ്റെ ഒരു സൈഡ് ഈ പുഴയും മലയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതൊക്കെ ആ ഫോട്ടോസ് ആ സമയത്ത്. പിന്നെ അവിടെ സിനിമ ഷൂട്ട് ചെയ്തതിൻ്റെയാണെന്ന് തോന്നുന്നു. സിനിമ ഷൂട്ട് ചെയ്തതിൻ്റെ അങ്ങനത്തെ അതും കാണപ്പെടുന്നുണ്ട്. പിന്നെ ഉദ്ഘാടനത്തിൻ്റെതാണ് കൂടുതലായിട്ടുള്ള ഫോട്ടോസെല്ലാം ഉള്ളത് ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്നത്. എന്തൊക്കെയായാലും നല്ല സൂപ്പറാണ്. അപ്പോൾ നിങ്ങളൊക്കെ കാണാൻ ഒക്കെ അങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് മലമ്പുഴ വിസിറ്റ് ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഒരുപാട് സ്കൂൾ കോളേജ് കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെയായാലും സംഭവം സൂപ്പർ. ഈ വിൻഡോസിലേക്ക് കൂടെയുള്ളൊക്കെ കാഴ്ച കണ്ടില്ലേ, അതൊക്കെ ഒരു ഒരു നല്ല രസം കാണാൻ. പിന്നെ മത്സ്യകന്യകേൻ്റെതും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടു. ഇതെൻ്റെ അമ്മയാണ്.
എല്ലാവരും ചുറ്റി നടന്ന് കണ്ടതാ. ഇങ്ങനെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച അതൊരു വേറെ തന്നെ നല്ല രസമുണ്ട്. എല്ലാവരും ദൂരെയുള്ള പിക്ചേഴ്സ് എടുക്കലാണ്. ആ മലയാണ്, എൻ്റെ ഫോട്ടോസാണ് എല്ലാവരും എടുത്തോണ്ടിരിക്കുന്നത്. ഇത് കുറേ സ്കൂൾ കുട്ടികളും അങ്ങനെയൊക്കെയാണ്. ഇത് നമ്മൾ നടന്ന് തളർന്നിരുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് എടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇതിൽ കൂടുതൽ എന്ത് പറയണം. എന്തൊക്കെയായാലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.